കല്ലു മോട്ടോ എന്ന് പറയും, കണ്ടിട്ടുണ്ടോ? ഇതിനൊക്കെ വലുതായ പോടാ. ആ അത്ര വലിയ യൂട്യൂബറൊന്നും അല്ല, ജസ്റ്റ് തരികിട കാണിച്ചു തരാം. 40ൽ 55 ചെയ്യണ്ടേ. ആ ഒരു പുള്ള് കണ്ടോട്ടോ നിങ്ങൾ, പുള്ളി അത് പയ്യൊക്കെ എടുത്ത് കാണിച്ചു തരാം. ഇത് നോക്കി, സി ഓ മാൻ. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും ഇതേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് നമ്മുടെ കൊച്ചിയിലുള്ള ശ്യാമ ഡൈനാമിക്സിലാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ട്രയംഫിൻ്റെ ട്രക്സൺ 400 ഒരു ഷോർട്ട് റൈഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വണ്ടി ഇറങ്ങിയിട്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് 8 months ആയി. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് വണ്ടി ഒന്ന് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ ചെറിയ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് വണ്ടി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റാം. ക്യാമറ ആംഗിൾ ശരിയല്ലെങ്കിൽ ഒന്ന് പറയണേ, കാരണം വണ്ടി ഇത്ര ലോങ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ട്രക്സിനെ പറ്റി എന്താ പറയുക, നമ്മുടെ ട്രയംഫ് ലൈനപ്പിലെ 3rd വണ്ടിയാണ്. നമ്മൾ ആദ്യം സ്പീഡ് 400 വന്നു, പിന്നീട് സ്ക്രാംബ്ലർ വന്നു, നമ്മുടെ ട്രക്സൺ എന്ന പേരിൽ വന്നേക്കാണ്. ഇത് ഭയങ്കര ഹെവിലി ബേസ്ഡ് ഓൺ നമ്മുടെ സോ ദിസ് ഇസ് ഹെവിലി ബേസ്ഡ് ഓൺ സ്പീഡ് 400. ആ ഒരു TR സീരീസിൽ വരുന്ന ഒരു എൻജിൻ തന്നെയാണ്. അതിൽ കുറച്ച് അവർ ഇൻറ്റേർണൽസൊക്കെ റീവർക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ ക്യാം പ്രൊഫൈലിൽ മാറ്റമുണ്ട്, എയർ ഇൻടേക്കിൽ മാറ്റമുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ട്രക്സണിലേക്ക് എത്തിയത്. ഗായ്സ്, നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ട്. എൻ്റെ നല്ല ടൈറ്റ് ട്രാഫിക്കിലാണ് ഓടിച്ചത്. ഞാൻ പറഞ്ഞു ദിസ് ഇസ് ഹെവിലി ബേസ്ഡ് ഓൺ ദി ഫസ്റ്റ് ജെൻ സ്പീഡ് 400. അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും എന്താണ് ഈ ഫസ്റ്റ് ജെൻ സ്പീഡ് 400? ജെന്നൊന്നുമില്ല, അവർ 2 സ്പീഡ് 400 ചെറിയ മാറ്റമൊക്കെ വരുത്തി. അതായത് ടയർ അപ്സൈസ് ചെയ്തു, അത് കൂടാണ്ട് റേക്ക് ആംഗിൾ ചെറിയ വ്യത്യാസം വരുത്തി. അതുകൊണ്ട് ഞാൻ ആ ടേം ഫസ്റ്റ് ജെൻ യൂസ് ചെയ്തത്. നമ്മൾ ആദ്യമായിട്ട് സ്പീഡ് 400 ഇറങ്ങിയതില്ലേ, അതിനെ ഹെവിലി ബേസ്ഡ് ആണ് ഈ ഒരു ട്രക്സൺ എന്ന് പറയുന്നത്. സോ യു ഗെറ്റ് ദി എക്സാക്ട് സെയിം ഫ്രെയിം, എക്സാക്ട് സെയിം വീൽ ബേസ്, ബട്ട് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ഇൻക്രിമെന്റ് ഇത്ര വരാൻ കാരണം. ഐ തിങ്ക് എക്സിക്ക് ശേഷം ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രയംഫ് ട്രക്സൺ 400 ആണ്. സോ ഈ ലുക്സ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദിസ് ഇസ് എ കഫേ റേസർ. യെസ്, ഒരു കഫേ റേസർ സ്റ്റൈലാണ് ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്തേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഐ തിങ്ക് 3 weeks മുമ്പ് കോണ്ടിനെന്റ് GT ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു എന്താണ് കഫേ റേസർ കളിച്ചത്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവർ അവരുടെ വണ്ടി മോഡിഫൈ ചെയ്തിട്ട് ഒരു കഫേയിൽ നിന്ന് അടുത്ത കഫേയിലേക്ക് ഇങ്ങനെ മോർണിംഗ് റൈസ് ഒക്കെ നടത്തില്ല, ചായ കുടിക്കാനായിട്ട്. അതാണ് പരിപാടി. അതിനൊരു ഫാൻസി ആയിട്ട് കഫേ റൈസർ എന്നൊക്കെ വിളിക്കുന്നു. നമ്മുടെ ആൾക്കാർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കാറ്റഗറിയാണ്. അത് പിന്നെ ബ്രാൻഡ് അതങ്ങ് ഏറ്റെടുത്തിട്ട് അവർ തന്നെ കഫേ റൈസറിനുള്ള വണ്ടി ഇറക്കാൻ തുടങ്ങി. പേരിൽ തന്നെ തുടങ്ങാം, ട്രക്സൺ 400. ട്രയംഫിന്റെ ലാൻഡിൽ തന്നെ ഐ തിങ്ക് 900, 800, 900 പിന്നെ 1200 ഉണ്ട് ട്രക്സൺ എന്ന് പറയുന്നത്. ഒരു കഫേ റൈസർ വണ്ടിയാണ്, ഒരു ക്ലാസിക് ലുക്കാണ്, ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട്. ഇൻ പേഴ്സൺ ഒക്കെ ആ വണ്ടി ലുക്ക് കണ്ട് മാത്രം എടുക്കാം, അതിന്റെ സ്പെക് ഷീറ്റ് ഒന്നും വായിക്കേണ്ടത്. അത്ര ബ്യൂട്ടിഫുൾ ആണ് വണ്ടി എന്ന് പറയുന്നത്. സോ ആ ഒരു നെയിമാണ് ഇവർ ഇതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ദിസ് ലുക്സ് മോർ ലൈക്ക് സ്പീഡ് RRR അതുപോലെ തോന്നുന്നുണ്ട്. കാരണം ഒരു ഫെയറിങ്ങിനുള്ള ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ആ ഒരു ഹെഡ് കാണുമ്പോഴത്തേക്ക് ശരിക്കും RR പോലെ തന്നെയുണ്ട്. അതുകൂടാണ്ട് തന്നെ RRന് അലോയ് വീൽസാണ് വരുന്നത്. പിന്നെ ഫാൻസി കളേഴ്സൊക്കെ RRനാണ്. നമുക്ക് എഞ്ചിനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു സെയിം എഞ്ചിനാണ്, ബട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇന്റേണൽസ് റിവൈസ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ക്യാമും ഇൻടേക്കും ചെറുതായിട്ട് മാറ്റി, എക്സോസും മാറ്റിയിട്ടുണ്ട്. സോ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം 42 horsepower ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ വണ്ടി ഇപ്പോൾ 1000 RPM അധികം റെവ് ചെയ്യും. യെസ്, പ്രീവിയസ്ലി 8000 RPMലായിരുന്നു 40 bhp സ്പീഡ് 400 പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. ഇത് ആക്ച്വലി 42 PS ആയിട്ട് കൂടിയിട്ടുണ്ട്. 9000 RPMലായി ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യും. സോ 1000 RPM മോർ ആയിട്ട് കൂടിയിട്ടുണ്ട്. ടോർക്ക് മോർ ഓർ ലെസ് റിമൈൻസ് സെയിം. ടോർക്ക് സെയിം ആണ്, മാറ്റമൊന്നുമില്ല. 37.5 അറ്റ് അറൌണ്ട് 7000 RPM കണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മേറ്റ് 2 6 speed ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കഫേ റേസർ പിക്കിനി ഫെയറിംഗ് കാണാനായിട്ട് പറ്റും. നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഒരു ചെറിയ മെറ്റൽ പീസ് ഉണ്ട്, അതിൻ്റെ താഴെ ഒരു മെറ്റൽ പീസ് ഉണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ അവർ GFN എന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഐ തിങ്ക് നിങ്ങൾ ചിലരെങ്കിലും ആ ഒരു ടേം നേരത്തെ കേട്ടിട്ടുണ്ടാവും. GFN ഗ്ലാസ് ഫിൽഡ് നൈലോൺ എന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത് മൗണ്ടിങ്ങിനൊക്കെ. ബജാജ് N250 യൂസ് ചെയ്തിട്ടുണ്ട്, F250 യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡുക്കാട്ടി അവരുടെ പുതിയ മോൺസ്റ്ററിലും ഈ ഒരു കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് മൗണ്ടിങ്ങിനൊക്കെ ആയിട്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ കാണാം ഒരു ചെറിയ ഫെയറിംഗ് ഉണ്ട്, പിന്നെ ഒരു വൈസർ കാണാനായിട്ട് പറ്റും. പിന്നെ ഹെഡ്ലൈറ്റ് സെയിം ആണ്, നമ്മുടെ സ്പീഡ് 400 എക്സാക്ട് സെയിം ഹെഡ്ലൈറ്റ് ആണ്. ഇവിടെയാണ് നമുക്ക് നമ്പർ പ്ലേറ്റ് മൗണ്ടിങ് ഒക്കെ വരുന്നത്.
LED ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 43 mm ചങ്കിലായിട്ടുള്ള USD ഫോർക്ക് ഉണ്ട്. അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല. നമുക്ക് ഏകദേശം സെയിം ട്രാവലാണ്, 130 mm ട്രാവൽ തന്നെയാണ്. താഴെ നോക്കുകയാണെങ്കിൽ 17 inch വീൽസ് ആണ് വിത്ത് 110 സെക്ഷൻ ടയറാണ്. 110/70 ആണ്. MRFന്റെ സ്റ്റീൽ ബ്രേസ് ആണ്. എല്ലാവർക്ക് അപ്പോളോന്റെ H1 കിട്ടാം. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 300 mm ഡിസ്ക് കാണാം വിത്ത് ഡ്യുവൽ ചാനൽ ABS ആണ്. വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. സ്വിച്ചബിൾ ABS ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ താഴെ ഇടാം. പിന്നത്തെ ഒരു മാറ്റം ഈ ഒരു ടാങ്കിലാണ്. ഈ ടാങ്ക് എന്ന് പറയുന്നത് മെറ്റൽ ടാങ്ക് ആണ്, കേൾക്കാം. ആൻഡ് ഇവിടെ ഒരു മോൺസ്റ്റർ സ്റ്റൈൽ ക്യാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, റിയലി നൈസ്. നമുക്ക് ടാങ്ക് കപ്പാസിറ്റി എക്സൈസ് സെയിം ആണ്, 30 ലിറ്റർ ആണ്. പക്ഷെ എന്താ വ്യത്യാസം വെച്ചാൽ ടാങ്ക് കുറച്ചും കൂടി സ്ലിമ്മർ ആക്കിയിട്ടുണ്ട്, കുറച്ചും കൂടി ലോങ്ങറും ആക്കിയിട്ടുണ്ട്. സോ ആ ഒരു സ്ട്രെച്ച് ഇല്ലേ, സ്പോർട്സ് ബൈക്കിലേക്ക് ഇരിക്കുന്ന ഒരു സ്ട്രെച്ച് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 27 to 33 ഇതിന്റെ ഇടയ്ക്കാണ് ആൾക്കാർ സ്പീഡ് 400 റിപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ 42 bhp പവർ കുറച്ച് അധികം ആയിട്ട് ചിലപ്പോൾ ഒന്ന് കുറഞ്ഞേക്കാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രീവിയസിൽ ഉണ്ടായിരുന്ന ഹാൻഡിൽ ബാർ മാറിയിട്ട് ഇപ്പോൾ ഒരു 2 പീസ് ക്ലിപ്പ് ഓണായി വന്നിട്ടുണ്ട്. ഇത് അത്ര ഒരു വൈഡ് അല്ല, ഹാൻഡിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര വൈഡ് അല്ല, കുറച്ച് ഷോർട്ടർ ആണ്. സോ നമുക്ക് അവർ ടക്കിൻ ചെയ്തിരിക്കാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ 795 mm സീറ്റ് ആയിട്ട് വരുന്നത്, ഭയങ്കര സീറ്റ് ആയിട്ട് കുറവാണ്. ഏതൊരാൾക്ക് ഈസി ആയിട്ട് കയറിയിരിക്കാനായിട്ട് പറ്റും. ഇത് നോട്ടീസ് കാണും, സീറ്റ് കുറച്ച് സ്ലോപ്പിയർ ആണ്. ഞാൻ കയറി എന്നിട്ട് കാണിച്ചു തരാം. പിന്നെ നോർമലി ഇവിടെ ഒരു കൗൾ ഉണ്ടാവും. അത് ആക്ച്വലി 2 അലൻ കീ ബോട്ട് വെച്ചിട്ട് അവർ സെറ്റ് വെച്ചേക്കാണ്. ഇതൊരു ടെസ്റ്റ് കൊണ്ട് തന്നെ അവർ അത് ഊരി വെച്ചേക്കാണ്. അത് ഓപ്ഷണൽ എക്സ്ട്രാ ഒന്നും അല്ല കേട്ടോ, അത് വണ്ടിക്ക് സ്റ്റാൻഡേർഡ് വരുന്നതാണ്, നമുക്ക് ഊരി വെക്കാം. പിന്നെ ബാക്കിൽ ഒരു ഗ്രാബറിലുണ്ട്, കാണാനായിട്ട് പറ്റും. അത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഒരു ലുക്ക് റൂയിൻ ചെയ്യാണ്. ഇത് ഊരിക്കളയാ, സീറ്റ് കൗൾ വയ്ക്കുക, അതാണ് ബെറ്റർ. പിന്നെ സൈഡിൽ കാണാം ആ ഒരു സിമിലർ ആയിട്ടുള്ള എക്സോസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷുള്ള എക്സോസ് തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. പ്രീവിയസിൽ ഒരു പ്രാവശ്യം ബ്ലാക്ക് ആക്കിയപ്പോഴത്തേക്കും ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. പിന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഡിസ്ക് അല്ല, ഇപ്പുറ സൈഡ് ചെയിൻ ആണ് വരുന്നത്, ഡിസ്ക് അപ്പുറ സൈഡാണ് ഈ വണ്ടിയുടെ. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ 150 സെക്ഷൻ ടയർ കാണാം, 150/60 ആണ്. MRFന്റെ സ്റ്റീൽ ബ്രേസ് തന്നെയാണ്. പിന്നെ ഇവിടെ ടെയിൽ ടെഡി കാണാം, LED ഇൻഡിക്കേറ്റേഴ്സ് ഭയങ്കര സ്റ്റേഡി ആണ് കേട്ടോ പറയണം. ടെയിൽ ലൈറ്റ് വളരെ കുട്ടിയായി പോയി, നോക്കിയേ, ഇൻഡിക്കേറ്ററിനേലും ഒരു പൊടിക്ക് വലുതെന്ന് പറയാനുള്ളൂ. അത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞു, ഈ റിയർ സെക്ഷൻ അവർ സ്ലിം ആക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു സബ് ഫ്രെയിം ഇല്ലേ, അവർ ഭയങ്കരമായിട്ട് സ്ലിമ്മർ ആക്കി. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വണ്ടിക്ക് സീറ്റ് മാത്രമേ ഉള്ളൂ, വേറെ പാനലൊന്നുമില്ല. കാരണം ആ ഒരു നാരോ ടാങ്ക് ആയിട്ട് ചേർന്ന് പോകാനായിട്ടാണ് അവർ ഈ റിയർ സെക്ഷനും സ്ലിം ആക്കിയത്. ആ ഒരു 230 mm ഡിസ്ക് വിത്ത് ഞാൻ പറഞ്ഞ ഡുവൽ ചാനൽ ABS ആണ്. ബൈബിളുടെ ബ്രേക്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. പിന്നെ ഇവിടെ പില്ലൺ ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ പില്ലിനെടുത്ത് ഓടിക്കാണ്ടിരിക്കുക, കാരണം നമ്മൾ ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. പില്ലണും കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ ആ ഒരു എക്സ്ട്രാ ലോഡ് നമ്മൾ ശരിക്കും ഫീൽ ചെയ്യും. അത് ഈ R15 RC ഒക്കെ ഓടിച്ചിട്ടുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു പില്ലൺ ലോഡ് നമ്മൾ കയ്യിലേക്ക് ഫീൽ ചെയ്യും. 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ചും അസിസ്റ്റും വരുന്നുണ്ട്. എന്താണ് സ്ലിപ്പർ ക്ലച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഗ്രസീവ് ആയിട്ട് ഡൗൺ സ്റ്റെപ്പ് ചെയ്യും, റിയറിൽ ലോക്കിങ്ങോ ഓപ്പിങ്ങോ ഒന്നും ആവില്ല. അസിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് എഫേർട്ട് കുറച്ചും കൂടി ലൈറ്റർ ആയിരിക്കും. പിന്നെ വണ്ടിക്ക് നമുക്ക് ഓഫ്സെറ്റ് ആയിട്ടുള്ള റിയർ മോണോഷോക്കും വരുന്നുണ്ട്. നമുക്ക് വണ്ടിയിൽ നിന്ന് കയറിയിരിക്കാം. ഇതിൽ ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു ക്ലിപ്പ് ഓൺ ആണ്. ഇതിന്റെ റൈഡിംഗ് പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RC R15 എന്ന് ഞാൻ പറയില്ല, ഇത് ഏറെക്കുറെ നമ്മുടെ RR3 കിട്ടുന്നില്ലേ, അതും RC പുതിയ RC ഇല്ലേ, അതിന്റെയൊക്കെ ഇടത്തരമായിട്ട് വരും. ബട്ട് എനിക്ക് പറയണമല്ലോ, GT-നും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഹാൻഡിൽ ഷോർട്ടർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ദിസ് ഫീൽസ് മോർ കംഫർട്ടബിൾ ദാൻ GT സംഭവം. പിന്നെ മിറേഴ്സ് നോക്കിയാൽ മനസ്സിലാവും, ബാർ മിറേഴ്സ് ആണ് വരുന്ന വണ്ടിക്ക്. നമുക്ക് ഇവിടെ വേറെ മിറർ മൗണ്ടിങ് കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ഞെട്ടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സോ ബ്രേക്ക് ലിവേഴ്സോ വരുന്നില്ല, വിച്ച് ഈസ് ഷോക്കിംഗ്. കാരണം സ്പീഡ് 400 ബാക്കി എല്ലാത്തിനും അവർ കൊടുത്തു, ബട്ട് ഇതിന് കൊടുത്തില്ല. എനിവേ, ഈ ഒരു വ്യൂ പറയണം, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ തന്നെ നോക്കി, എന്ത് രസമോടോ കാണാനായിട്ട്, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, ശരിക്കും ഒരു പ്രോപ്പർ ഒരു കഫേ റേസിലിരിക്കുന്ന ലുക്ക് കിട്ടുന്നുണ്ട്. കാരണം അനലോഗ് ഡാഷൊക്കെ ആയിട്ട് എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കിവിടെ പാസ് കാണാം, ഹൈ ബീം കാണാം, നമുക്കിവിടെ ഹെഡ്ലൈറ്റ് ഹൈ ബീം ലോ ബീം ഇവിടെ അല്ലാണ്ട് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇൻഫോ ബട്ടൺ, ഇൻഡിക്കേറ്റർ, ഹോൺ, എഞ്ചിൻ ഗിൽ സ്വിച്ച് ആൻഡ് ഒരു കോഷൻ ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇഗ്നിഷനും വരുന്നുണ്ട്. അതാണ് സ്വിച്ച് ഗിയറിൻ്റെ അവസ്ഥ. ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഈ വണ്ടിക്ക് നോക്കി, സെപ്പറേറ്റ് കാനിസ്റ്റർ ആണ് കേട്ടോ. മാസ സിലിണ്ടറിൻ്റെ ക്യാൻ വെച്ചേക്ക് നോക്കി, നമ്മൾ ഈ ഹൈ എൻഡ് ബൈക്സിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരു കുട്ടി ക്യാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ റിയറിൽ കാണുന്ന ക്യാനാണെന്ന് തോന്നുന്നു എടുത്ത് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. ബട്ട് എനിവേ നല്ല രസമാണ്, നല്ലൊരു അറ്റൻഷൻ ഡീറ്റെയിൽ ആണ്. പിന്നെ ഇടയിൽ ഭയങ്കര ടഫാണ് കേട്ടോ. ഇവിടെ ഒരു USB ചാർജർ കാണാൻ പറ്റും, ടൈപ്പ് A ആണ്. ഈ വണ്ടിയുടെ കൺസോൾ ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു അനലോഗ് മീറ്റർ ഉണ്ട്, ഇവിടെ ഒരു ഡിജിറ്റൽ മീറ്ററും കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല, വണ്ടിക്ക് ഇമൊബിലൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കീ തിരിക്കുവാണെങ്കിൽ, ഇതെന്താണ്, ഇത് പള്ളിപ്പെരുന്നാളാണ്. ABS കാണാം, ട്രാക്ഷൻ കൺട്രോൾ കാണാം, എൻജിൻ വാർണിംഗ് ലൈറ്റ് ആൻഡ് കൂളൻറ്റ്, ആൻഡ് ഇവിടെ കോഷൻ ലൈറ്റ് ഉണ്ട്, ന്യൂട്രൽ, ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ. പിന്നെ ഇവിടെ സ്പീഡ് ഇവിടെ ഉണ്ട്, 180 വരെ കൊടുത്തിട്ടുണ്ട്. ബട്ട് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് കൂടിയിട്ടുണ്ട്, പുതിയ മാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അറൗണ്ട് 160 km/h കയറുമെന്ന് പറയുന്നത്. ഈ വണ്ടി 0 to 60, 0 to 100 സ്പീഡ് 400-ലും ഫാസ്റ്ററാണ്. സോ ടൈം 400 ലൈനപ്പിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടി ഇതാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം, RPM മീറ്റർ ഇങ്ങനെ താഴെ നിന്ന് മേളിലേക്കാണ്, വിച്ച് ഈസ് വിയേർഡ്. പിന്നെ എൻജിൻ ഓഫാന്ന് പറയുന്നു, ഫ്യൂൽ ഇൻഡിക്കേറ്റർ ആൻഡ് ടൈം. നമ്മൾ എൻജിൻ ഗിൽ സ്വിച്ച് ഓൺ ആക്കുകയാണെങ്കിൽ പമ്പ് ഓൺ ആവുന്ന സൗണ്ട് കേൾക്കാം. വണ്ടി 120 km റേഞ്ച് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇൻഫോ ബട്ടൺ വെച്ച് ടോഗിൾ ചെയ്യുകയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ സെറ്റ്, എന്ത് സെറ്റ്, 2000 km ഓടി, ട്രിപ്പ് 1 ട്രിപ്പ് 2, ഫ്യൂവൽ എക്കോണമി,
ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. ഞാൻ വണ്ടിയിൽ ജസ്റ്റ് കയറി നിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'9" ആണ്. വണ്ടിയുടെ വെയിറ്റ് 183 കിലോ, 4 kg ഹെവിയർ ദാൻ ദി സ്പീഡ് 400. ഹാൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് 155 mm കൊണ്ടാണ്. കുറഞ്ഞു മൊത്തത്തിൽ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് പറഞ്ഞപ്പോഴത്തേക്കും ഗ്രൗണ്ട് ക്ലിയറൻസും കുറഞ്ഞു. സീറ്റ് ഹൈറ്റ് അറൗണ്ട് 780-790 ആ ലെവലാണ്. ഞാൻ കൃത്യമായിട്ടുള്ള താഴെ കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ കയറി നിന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. പ്ലാനറ്റ് ഫുട്ടാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മുട്ട് ചെറുതായിട്ട് മടങ്ങിയിരിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു റൈഡിങ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് കമ്മിറ്റഡ് അല്ല, ഒരുപാട് കമ്മിറ്റഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരും. റിലാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും സ്റ്റിൽ യു ഫീൽ ദാറ്റ് വെയിറ്റ് ഇൻ യുവർ ഷോൾഡർ. അതൊക്കെ എന്തായാലും ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് കയറി നിന്നിട്ടുള്ള വ്യൂ. നല്ല രസമാണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഹാൻഡിൽ ബാർ നാരോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ടക്ക് ചെയ്തിരിക്കാനായിട്ട് പറ്റും. മുട്ട് ചിലപ്പോൾ ഈ മുട്ടിൽ വന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ടക്കിൻ ചെയ്യുകയാണെങ്കിൽ. അത് ഞാൻ നോട്ടീസ് ചെയ്തു. പിന്നെ ടാങ്ക് ഭയങ്കര സ്ലിപ്പറിയാണ്. ഇത് കണ്ടോ, ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. സോ ടാങ്ക് സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു ടാങ്ക് ഗ്രിപ്പോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിടാം. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ക്യാമറ ആംഗിൾ ചിലപ്പോൾ ഇച്ചിരി ഷോ ആയിരിക്കും, കാരണം ഇതിൻ്റെ പൊസിഷൻ ഭയങ്കര അഗ്രസീവ് ആയതുകൊണ്ടാണ്. പറഞ്ഞു കേട്ടോ, നല്ല രസമാണ് എൻ്റെ എക്സോസിനോട്ട് കേൾക്കാനായിട്ട്. വണ്ടി പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര കുട്ടിയായിട്ട് തോന്നുമെങ്കിലും അത്ര കുട്ടിയല്ല. എന്നാലും ചിലർക്ക് കുട്ടിയായിട്ട് തോന്നുന്നില്ല. കയറി ഇരിക്കുമ്പോൾ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയായിട്ട് തോന്നിട്ട്. ഇതുണ്ട് ഭയങ്കര ലെങ്ത്ത് കൂടിയ വണ്ടിയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ബാർ മിറേഴ്സ് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. ബാഡെന്ന് ഞാൻ പറയാനുള്ള, ഇറ്റ്സ് ഓക്കെ. കാരണം ചില നേരത്ത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൈയുടെ കുറച്ച് ഭാഗം കാണും, വലിയ കുഴപ്പമില്ല. പിന്നെ ഈ വളച്ചൊക്കെ എടുക്കില്ലേ, അപ്പോൾ നമ്മൾ ഹാൻഡിലും കൂടി വളയ്ക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതാണ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇല്ലേ, നേരെ നിൽക്കില്ലേ. അപ്പോൾ ദിസ് ഇസ് പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല, പക്കയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചാണേ, നമ്മൾ സീറ്റിൽ എത്ര ഇറങ്ങിയിരുന്നാലും നമ്മൾ ഊർന്ന് ഫ്രണ്ടിലേക്ക് എത്തും. കാരണം ഞാൻ പറഞ്ഞ സ്ലോപ്പിയർ ആയിട്ടുള്ള സീറ്റാണ്. നിങ്ങൾ അത്യാവശ്യം നല്ല ഗ്രിപ്പിയർ ആയിട്ടുള്ള പാൻറ്റൊക്കെ മേടിച്ചിടുക. ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറയട്ടെ, വണ്ടി ഈവൻ 183 കിലോ ഉണ്ടെങ്കിലും നമ്മൾ വൺസ് ഓടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒട്ടും ഫീൽ ചെയ്യില്ല കേട്ടോ. ശരിക്കും ഒരു ലൈറ്റ് വണ്ടി പോലെ തന്നെ തോന്നുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് RC 390 ആണ്. ഈ RC ഉന്തി തള്ളുമ്പോഴേക്ക് അത്യാവശ്യം പഴയ ഞാൻ കേട്ടോ, ഭയങ്കര വെയിറ്റൊക്കെ തോന്നുമെങ്കിലും വൺസ് നിങ്ങൾ കയറി ഇന്ന് വണ്ടി ഓടിച്ചു തുടങ്ങിയാണ്ടല്ലോ ഒട്ടും വെയിറ്റ് തോന്നില്ല, വളരെ ലൈറ്റായിട്ട് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഈ വണ്ടിയും വളരെ ലൈറ്റായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ഒതുങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ക്രാംപ്ഡ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എനിക്കിതുവരെ ക്രാംപ്ഡ് ആയിട്ടുള്ള ഫീൽ തോന്നിയില്ല. ഞാൻ പറഞ്ഞ ആകെ തോന്നിയത് ഈ ഇരിക്കുമ്പോൾ ഊർന്ന് ഫ്രണ്ടിലേക്ക് വരുന്നത് മാത്രമാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ പ്രൈസ് ചെറിയൊരു ഫിനാൻസ് സ്കീമൊക്കെ വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇടാം കേട്ടോ. ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് വേരിയൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ട്രക്സൺ 400 ഇത് മാത്രമേ ഉള്ളൂ നിലവിൽ. ചിലപ്പോൾ ഭാവിയിൽ വന്നേക്കാം. നിലവിൽ വേറെ വേരിയൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഓ മാൻ, സിറ്റി, ഓ ഷീസ് ബ്യൂട്ടിഫുൾ. പിന്നെ ഇഷ്ടപ്പെട്ടത് വണ്ടിയുടെ ഒരു ട്രാക്ടബിലിറ്റി ആണ് കേട്ടോ. നമുക്ക് 5th ഗിയറിൽ ഇങ്ങനത്തെ ചെറിയ വഴിയൊക്കെ ആസ് ലോ ആസ് 40 വരെ ചെയ്യാം ഈസിലി. ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ടോ ശരിക്കും ഫ്രണ്ടിലത്തെ ലിവറിൽ വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് ട്രസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ഹീല് വന്നിട്ട് ഫുൾ ആൻഡ് ഫുഡ് ട്രസ്സിൽ തട്ടുന്ന ഒരു ഫീല് വന്നു. അതെനിക്ക് മാത്രമാണോ എന്ന് അറിഞ്ഞുകൂടാ. വലിയ ഷൂ ഒക്കെ ഇടാണ് ചിലപ്പോൾ അങ്ങനെ ഫീൽ വന്നേക്കാം. പിന്നെ ട്രൈഫീൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാര്യമാകട്ടെ, മറ്റുള്ളവരെ പോലെ ഒരേ എൻജിൻ വെച്ചിട്ട് 10 വണ്ടി ഇറക്കുമെങ്കിലും ഇവർ ഓരോ വണ്ടിക്കും യൂണീക്കായിട്ടുള്ള എൻജിൻ ആണ് കൊടുക്കുന്നത്. ഒരു കോൺഫിഗറേഷൻ യൂണീക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇത് തന്നെ ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു 400cc എൻജിൻ വെച്ചിട്ട് ശരിയാണ്, സ്ക്രാംബ്ലർ ഉണ്ട്, സ്പീഡുണ്ട്, T4 ഉണ്ട്, ത്രസ്റ്റർ ഉണ്ട്. പക്ഷേ 4 വണ്ടിക്ക് 4 ഡിഫറെൻറ്റ് ട്യൂണിങ് ആണ്, 4 ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് കൊടുത്തേക്കുന്നത്. ചിലവരുണ്ട് ഒരേ എൻജിൻ വെച്ചിട്ട് 3-4 വണ്ടി ഇറക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. ഈവൻ സസ്പെൻഷൻ സെറ്റപ്പ് പോലും ഒന്ന് മാറ്റാൻ അവർ ഒരു എഫേർട്ട് പോലും ഇടാത്ത എനിക്ക് തോന്നുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ട്രയംഫ് ശരിക്കും അവരിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ശരിക്കും ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു മൊമെൻ്റ് തന്നെയാണ് അവർ. ഇന്ന് പറ്റുമെങ്കിൽ ഒരു ടോപ്പ് സ്പീഡ് കാണിച്ചു തരാം, പറ്റുമോ നോട്ടെ.
ഈസ് അഗ്രസീവ് മാൻ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ 42 bhp ഇസ് നോ ജോക്ക്. ശരിക്കും പറയണം വണ്ടി നല്ല എന്താ പറയുക കുറച്ചും കൂടി ലോങ്ങർ ഗിയർ ആയാലോ തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ആ 4th 5th ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ വണ്ടിയുടെ ട്രാക്ടബിലിറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നു. 5th ഗിയറിലും വളരെ സ്ലോ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ്, ഒരുപാട് ഷോർട്ട് ഗിയർ ആയിട്ട് തോന്നുന്നില്ല. ഐ വിഷ് ഈ വണ്ടിക്ക് ഒരു ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നുണ്ടല്ലോ വേറെ ലീഗായാണ് സത്യം കിട്ടും. നിങ്ങൾ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് പിടിക്കുക, എന്നിട്ട് പറയാം ഈ വണ്ടിക്ക് ഒരു ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു കൊണ്ട് പറയാം. ഗിയർ മാറ്റി 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 ഓടിക്കാനായിട്ട് തോന്നും, ഭയങ്കര അഡിക്റ്റീവാണ്. പിന്നെ വൈബ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം സ്ലോവർ RPM വലിയ വൈബ്സ് ഒന്നുമില്ല. യെസ്, നമ്മൾ ശരിക്കും ഒരു 6500 അല്ലെങ്കിൽ 7000 RPM ആ ഒരു ലെവലത്തേക്കും ചെറിയൊരു ബസ് വരുന്നുണ്ട്. അത് ഒട്ടും അനോയിങ് അല്ല, ബസ് എന്ന് ഞാൻ പറഞ്ഞ് കുട്ടിക്കഥ വൈബ്രേഷൻ ഒന്നുമല്ല. ഓ മാൻ, എല്ലായിടത്തും പവർ ഇരിക്കുക. ഒരു നോക്കിങ്ങോ അങ്ങനത്തെ ഒരു ഫീലോ കിട്ടുന്നില്ല. മാൻ, ഫ്യൂവലിംഗ് ഈസ് ഗ്രേറ്റ് മാൻ. ശരിക്കും എനിക്കൊരു നോക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ജട്ടറിങ്ങോ അങ്ങനത്തെ ഒരു ഫീലോ വരുന്നില്ല. പിന്നെ ബ്രേക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ തിങ്ക് ബ്രേക്സ് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ബ്രേക്സ് അത്ര ഒരു ബൈറ്റ് ഫീൽ ചെയ്യുന്നില്ല. ലിവർ ബൈറ്റ് ഓക്കെയാണ്, പക്ഷേ ആ ഡിസ്കിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് ഇല്ല. സസ്പെൻഷൻ സെറ്റപ്പ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഇസ് സ്ലൈറ്റ്ലി ഓൺ ഫേമർ സൈഡ്, റിയർ ഒരു മീഡിയം സൈഡാണ്. കുറച്ച് ചെറിയൊരു അടിയൊക്കെ കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ വിചാരിക്കും സോഫ്റ്റ് ആയിരിക്കും വിചാരിക്കും, ഇടയ്ക്ക് ഹാർഡാണെന്ന് വിചാരിക്കും. ഓ മാൻ, സിറ്റിയിൽ ഓടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി കയ്യിൽ നിന്നൊക്കെ പെയിൻ വന്നു തുടങ്ങി. നമ്മളെ കയ്യിലേക്ക് നല്ല പെയിൻ വരുന്നുണ്ട്. ഷോൾഡർ പെയിൻ ഇതുവരെ ഇല്ല, കൈയാണ് മെയിനായിട്ട്. കാരണം നമ്മൾ ഒരുപാട് വെയിറ്റ് ഫ്രണ്ടിലേക്ക് ഇടുന്നുണ്ട്. അല്ലാണ്ടിരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും, കുറച്ചൊന്ന് അപ്രൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇരിക്കാം. ഓ ഷിറ്റ്, ഇപ്പോൾ റേഡിയേറ്റർ ഓൺ ആയിട്ടുണ്ട്. ചൂടടിക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, മുട്ടിൻ്റെ അവിടെ, മുട്ടിന് താഴെ ചെറുതായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. 390 ലെവലില്ല കേട്ടോ അപ്പോഴും. പിന്നെ ഇത് എങ്ങനെയുള്ളവരെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കഫേ റൈസർ കാറ്റഗറി ഭയങ്കര ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് എടുക്കാം. ഒരിക്കലും വണ്ടിയുടെ ലുക്ക് കണ്ടിട്ട് എടുക്കാണ്ടിരിക്കുക, കാരണം കുറച്ചൊന്ന് അഗ്രസീവാണ്. ഡെയിലി യൂസൊക്കെ ചെയ്യാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും. റൈഡിങ് പോസ്റ്ററൊക്കെ ഓക്കെയാണ്, ഇതിൽ ലിവ് ചെയ്യാമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, വൈ നോട്ട്. ദിസ് ഫീൽസ് എ ലോട്ട് ഫാസ്റ്റർ ദാൻ GT. പറയാതിരിക്കാൻ വയ്യ, GT-യിലൊക്കെ ശരിക്കും ഫാസ്റ്ററായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. വണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റിലുള്ള ശ്യാമ ഡൈനാമിക്സ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, cheers.